നമസ്കാരം. സർക്കാർ ആകെക്കൂടെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു കഴിഞ്ഞ് അതിൻ്റെ അലയൊലികൾ കെട്ടടങ്ങിയില്ല. അതിനു മുമ്പ് ഇതാ PV അൻവർ തുറന്നുവിട്ട ഭൂതം. അതൊരു ഭാഗത്ത്, ADGP അജിത് കുമാർ ഒരു ഭാഗത്ത്, പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി മറ്റൊരു ഭാഗത്ത്. പിണറായി വിജയൻ ആകെക്കൂടെ മുൾമുനയിലാണോ നിൽക്കുന്നത്? ADGP അജിത് കുമാറിനെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളെ ഭരണപക്ഷത്തു നിന്നുള്ള ഒരു MLA കൂടെ പിന്തുണച്ചു കൊണ്ടുവന്നാൽ എങ്ങനെയിരിക്കും? കൂനിന്മേൽ കുരു എന്ന പോലെ ആയിരിക്കും. അത് പിന്തുണച്ചിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ MLA തന്നെയാണ്. യു പ്രതിഭയാണ്, കായംകുളം MLA. യു പ്രതിഭ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ആലപ്പുഴയിലെ വിഭാഗീയതയിലൂടെ നേരിട്ടതാണ്. കഴിഞ്ഞ തവണ പ്രതിഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോലും CPMകാർ വേണ്ട തരത്തിൽ ഇറങ്ങിയില്ല എന്ന അഭിപ്രായവും ഉണ്ടായിരുന്നു. ആലപ്പുഴയിലാണ് ഏറ്റവും കൂടുതൽ വിഭാഗീയതയും നിൽക്കുന്നത്. യു പ്രതിഭ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട അൻവർ, പോരാട്ടം ഒരു വലിയ കൂട്ടുകെട്ടിനെതിരെയാണ്. പിന്തുണ എന്ന പോസ്റ്റിലൂടെയാണ് പ്രതിഭ തൻ്റെ പിന്തുണ അറിയിച്ചിരിക്കുന്നത്. അൻവറിൻ്റെ സത്യസന്ധമായ വാക്കുകൾക്കാണ് എൻ്റെ പിന്തുണ. അപ്പോൾ അൻവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സത്യസന്ധമാണ് എന്ന് പ്രതിഭയ്ക്ക് കൃത്യമായി മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അൻവറിൻ്റെ ആരോപണങ്ങളിൽ സർക്കാർ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഒരു ഭരണകക്ഷി MLA പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അത് തന്നെ സർക്കാരിനെ ഒന്നുകൂടെ പ്രതിസന്ധിയിലും വെട്ടിലുമാക്കിയിരിക്കുകയാണ്. ഇതിന് പാർട്ടി സെക്രട്ടറി എന്തെങ്കിലും മറുപടി നൽകുമോ? കോൺഗ്രസിലെ വനിതാ നേതാക്കളെ അധിക്ഷേപിച്ചെന്ന് ആരോപിച്ച് കോൺഗ്രസ് പുറത്താക്കിയ മുൻ AICC അംഗവും മുൻ AICC അംഗമായിരുന്ന സിമി റോസ്ബൽ ജോണിനെയും പ്രതിഭ പിന്തുണച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടറിൽ നിന്ന് കോടീശ്വരിലേക്കുള്ള ദൂരമാണോ രാഷ്ട്രീയ പ്രവർത്തനം? ഇത്തരക്കാരെല്ലാം പുറത്തു വരണം. സ്വത്ത് സമ്പാദിക്കാൻ രാഷ്ട്രീയത്തിൽ വരുന്നവരെ അടിച്ചു പുറത്താക്കണം എന്നാണ് പ്രതിഭ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. എന്തായാലും യു പ്രതിഭയും കൂടെ ഇപ്പോൾ കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി കാര്യങ്ങൾ മുഴുവൻ അങ്ങോട്ടും മാറും. അൻവറിൻ്റെ കയ്യിൽ ഇനിയും പല രേഖകളുമുണ്ട്, പലതും പുറത്തുവിടും. MR അജിത് കുമാർ ഏത് തരത്തിലായിരിക്കും കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പോകുന്നുള്ളതും നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും ഭരണവും സർക്കാരും വലിയ ഒരു പ്രതിസന്ധിയിലേക്ക്, പാർട്ടിയും പ്രത്യേകിച്ച് പാർട്ടി സമ്മേളനത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ബ്രാഞ്ച് സമ്മേളനം തന്നെ കഴിഞ്ഞ ദിവസം ആരംഭിച്ചു. അപ്പോൾ ഇനിയുള്ള നാളുകളിൽ ഏറ്റവും കൂടുതൽ തിരുത്തൽ രേഖ അവിടെ ചർച്ച ചെയ്തുകൊണ്ട് വരുന്ന സമയത്ത് പുതുതായും പാർട്ടിക്ക് നിരവധി കാര്യങ്ങളുമാണ് ചർച്ച ചെയ്യാൻ കിട്ടിയിരിക്കുന്നത്.